വി ഡി സതീശന് തള്ളി NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. സതീശന്റെ വാക്കും പ്രവൃത്തിയും രണ്ടാണ്. സമുദായങ്ങളുടെ തിണ്ണ നിറങ്ങില്ലെന്ന് പറഞ്ഞ സതീശൻ സിനഡിൽ പോയി. തന്നെ കാണാൻ സതീശന്റെ ഒരു ദൂതൻ വന്നിരുന്നു. മുൻപ് സതീശൻ സഹായം ചോദിച്ചപ്പോൾ സഹായിച്ചിട്ടുണ്ടെന്നും സുകുമാരൻ നായർ. കൂടാതെ സമുദായ സംഘടനയെ അധിക്ഷേപിക്കാൻ ശ്രമിച്ചാൽ പ്രത്യാഘാതമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവരും രാഷ്ട്രീയ കാര്യത്തിന് വേണ്ടി സമുദായ നേതൃത്വത്തെ കാണാൻ വരരുത്. വന്ന് കണ്ടു കിടക്കരുതെന്ന് നിരങ്ങരുതെന്നൊക്കെയാണ് പിന്നിപ്പോൾ പറയുന്നത്. എന്തിനാണ് കാണാൻ വരുന്നത്? സമുദായ സംഘടന കാണാൻ വരുന്നത്. വി ഡി സതീശൻ എവിടാ പോയി? അടുത്ത ദിവസം പോയത് സെനറ്റിന് പോയില്ലേ? അതുപോലെ എവിടെയെല്ലാം പോകുന്നു. അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യം, അവർ പൊക്കോട്ടെ, അതിന് കുഴപ്പമില്ല. പക്ഷേ ഇത് പറയുകയും പ്രവൃത്തി വേറൊന്നും അത് ഞങ്ങൾക്കില്ല. അല്ല, അതില്ലെന്നല്ലേ ഇപ്പൊ തെളിയിക്കുന്നത് ഇത് അല്ലേ? അവർ ശ്രമിക്കുന്നത് എന്തെന്നാ പ്രവൃത്തി? അവർ ശ്രമിക്കുന്നത് എന്തെന്നാ? അവിടെ ന്യൂനപക്ഷത്തിന് കയ്യിലെടുക്കാനല്ലേ ശ്രമിക്കുന്നേ അല്ലേ? അത് പ്രവൃത്തിയല്ലേ? അപ്പൊ അതുകൊണ്ട് അങ്ങനെ സാമുദായിക സംഘടനയെ ആക്ഷേപിക്കാനൊന്നും ആരും ശ്രമിക്കരുത്. അതവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ അത് ശരിക്കും പാരയായിത്തീരും. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുകയാണ്. മിഥുൻ, രൂക്ഷമായ ഭാഷയിലാണ് ഇക്കുറിയും വി ഡി സതീശനെ സുകുമാരൻ നായർ വിമർശിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും അത്തരത്തിലുള്ള രൂക്ഷമായ വിമർശനങ്ങളുണ്ടായിരുന്നു. ആ വിമർശനത്തിൻ്റെ തുടർച്ച തന്നെയായിട്ടാണ് ഇന്നും അദ്ദേഹം വലിയ ഭാഷയിൽ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത്. പ്രധാനമായും ഏത് തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വിമർശന ശരങ്ങൾ? വി ഡി സതീശന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NSSന്റെ സഹായം ലഭിച്ചതാണ്. പറവൂരിലുള്ള NSS നേതൃത്വത്തെ താനാണ് വിളിച്ച് വി ഡി സതീശന് സഹായം നൽകണം എന്നുള്ള കാര്യം അറിയിച്ചത്. വി ഡി സതീശൻ NSS ആസ്ഥാനത്ത് എത്തുകയും സഹായം അഭ്യർത്ഥിക്കുകയും ഒക്കെ ചെയ്തതാണ് എന്നുള്ള കാര്യം കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ ഉൾപ്പെടെ ജി സുകുമാരൻ നായർ ആവർത്തിച്ച് പറഞ്ഞതാണ്. അക്കാര്യം തന്നെ ഇപ്പോഴും ആവർത്തിച്ച് പറയുന്ന ജി സുകുമാരൻ നായർ NSSന്റെ സഹായം ലഭിച്ചതിന് ശേഷം സമുദായ സംഘടനകളെ ആക്ഷേപിക്കുന്ന നിലപാടാണ് വി ഡി സതീശൻ നടത്തുന്നത് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് സമുദായ സംഘടനകൾ രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യങ്ങളിൽ ഇടപെടരുത് എന്നുള്ള വി ഡി സതീശന്റെ ആ നിലപാടിനെ ഉൾപ്പെടെ പ്രതികരണത്തെ ഉൾപ്പെടെ തള്ളുകയാണ് NSS ജനറൽ സെക്രട്ടറി. അങ്ങനെ സമുദായ സംഘടനകൾ രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യത്തിൽ ഇടപെടേണ്ട എന്ന് വി ഡി സതീശൻ പറയുകയാണെങ്കിൽ സമുദായങ്ങളുടെ സഹായം തേടി രാഷ്ട്രീയക്കാരും വരേണ്ടതില്ല എന്നുള്ള താക്കീതാണ് സുകുമാരൻ നായർ വി ഡി സതീശൻ ഉൾപ്പെടെ മറുപടിയായി നൽകുകയും ചെയ്യുന്നത്. നേരത്തെ രൂക്ഷമായ ഭാഷയിൽ, അതായത് സമുദായ സംഘടനകളുടെ തിണ്ണ നിറങ്ങി നടക്കുന്ന നേതാവാണ് വി ഡി സതീശൻ എന്നതുൾപ്പെടെയുള്ള 1.5 മണിക്കൂറോളം നേരമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് NSS ആസ്ഥാനത്തെത്തി വി ഡി സതീശൻ തന്നെ കാത്തിരുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടിയതിന് സമാനമായി തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി ഡി സതീശന് പറവൂരിൽ അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിൽ സഹായം NSSന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചു. താൻ NSS നേതൃത്വത്തെ വിളിച്ച് വി ഡി സതീശന് സഹായം നൽകണം എന്ന് പറയുകയും ചെയ്തതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ വോട്ടുകൾ അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു എന്നുള്ള കാര്യം വ്യക്തമായി പറയുമ്പോൾ അതിനുശേഷം ഈ സഹായം ലഭിച്ചതിന് ശേഷം വി ഡി സതീശൻ സമുദായ സംഘടനകളെ പ്രത്യേകിച്ച് NSSനെ ആക്ഷേപിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഈ കാര്യത്തിലാണ് വി ഡി സതീശനോട് എതിർപ്പ് ഉള്ളത്. വി ഡി സതീശൻ ഇത് പരസ്യമായി തന്നെ തെറ്റുപറ്റി എന്ന് പറയേണ്ടതായിരുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അതിർവരമ്പുകൾ ഒരുപാട് വി ഡി സതീശൻ കടന്നിരിക്കുന്നു. ന്യൂനപക്ഷങ്ങളെ കയ്യിലെടുക്കാനുള്ള ശ്രമമാണ് വി ഡി സതീശനും കോൺഗ്രസും നടക്കുന്നത്. അത് അവർക്ക് തന്നെ പാരയായി മാറും, അത് തിരിച്ചടിയായി മാറും എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് രൂക്ഷ വിമർശനം വി ഡി സതീശന് മേൽ ചൊരിയുകയാണ് NSS ജനറൽ സെക്രട്ടറി. ഇതിനിടയിൽ ഈ NSSും വി ഡി സതീശനും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു ദൂതനെ വി ഡി സതീശൻ NSS ആസ്ഥാനത്തേക്ക് പറഞ്ഞുവിട്ടു. അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയാണ് പറഞ്ഞുവിട്ടത്. ഇനി ഇക്കാര്യത്തിലുള്ള കാര്യങ്ങളൊന്നും നീക്കുപോക്കുകളൊന്നും ഉണ്ടാവുകയില്ല. ഒരുപാട് അതിർവരമ്പുകൾ വി ഡി സതീശൻ ചാടിക്കടന്നിരിക്കുന്നു. നേരത്തെ തന്നെ പരസ്യമായി തന്റെ ഈ സമുദായ സംഘടനകളെ ആക്ഷേപിക്കുന്ന നിലപാട് തെറ്റാണെന്ന് വി ഡി സതീശൻ തുറന്നു പറയേണ്ടതായിരുന്നു, സമ്മതിക്കേണ്ടതായിരുന്നു. ആ ഒരു നീക്കം വി ഡി സതീശന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ ഇനി ഈ കാര്യത്തിൽ ഒരു അനുനയ നീക്കവും ഉണ്ടാവുകയില്ല. വി ഡി സതീശന്റെ ഒരുപാട് അതിർവരമ്പുകൾ ചാടിക്കടന്ന് അദ്ദേഹം പോയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രൂക്ഷമായ ഭാഷയിൽ തന്നെ വി ഡി സതീശനെ വിമർശിക്കുകയാണ്. അപ്പോഴും NSS ജനറൽ സെക്രട്ടറിയോട് ഉണ്ടാകുന്ന ചോദ്യം, സമുദായ സംഘടനയെ പ്രത്യേകിച്ച് NSSനെ അധിക്ഷേപിച്ച വി ഡി സതീശൻ
സതീശന് പറവൂരിൽ അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിൽ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NSSന്റെ പിന്തുണ ലഭിക്കാതിരിക്കുമോ, പിന്തുണ നൽകാതിരിക്കുമോ എന്നുള്ള ചോദ്യത്തിന് വി ഡി സതീശന് ഒന്നും ചെയ്യില്ല. NSS സമുദായാംഗങ്ങൾ അവർക്ക് ഇഷ്ടം പോലെ ഉള്ളതുപോലെ വോട്ട് ചെയ്യട്ടെ, തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ അത് വി ഡി സതീശൻ ഏറ്റുവാങ്ങട്ടെ എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. എന്തായാലും ആര് ഭരിച്ചാലും NSSന് ഒരു പ്രശ്നവുമില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വി ഡി സതീശന് മേൽ അദ്ദേഹം സമുദായ സംഘടനയ്ക്കുമേൽ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഒരു അധിക്ഷേപ പരാമർശങ്ങളെ ശക്തമായ താക്കീതോടുകൂടി മറുപടി നൽകുകയായിരുന്നു NSS ജനറൽ സെക്രട്ടറി വി ഡി സതീശൻ. പ്രത്യേകിച്ച് ഈ സമുദായ സംഘടനകളുടെ തിണ്ണനിറങ്ങേണ്ട കാര്യം ഞങ്ങൾക്കില്ല എന്നുള്ള വി ഡി സതീശന്റെ ആ പരാമർശങ്ങളെയാണ് ഇത്തവണയും NSS ജനറൽ സെക്രട്ടറി രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നത്. സിനഡ് യോഗത്തിലടക്കം ഇദ്ദേഹം പോയിട്ടുണ്ട്. NSSന്റെ ആസ്ഥാനത്തും ഇദ്ദേഹം എത്തി വോട്ട് ചെയ്യണമെന്ന്, NSSന്റെ പിന്തുണ വേണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. യെസ്, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ കടന്നാക്രമിച്ച് വീണ്ടും NSS ജനറൽ സെക്രട്ടറി മിഥുൻ മുരളിയാണ് വിശദാംശങ്ങൾ നൽകിയത്.